ഞാൻ ഭയങ്കര സൂര്യ ഫാനാണ്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മതിയുടെ എന്തായാലും പോരെ ഫസ്റ്റ് ഹാഫ് പോരാ. 480 രൂപ തന്നെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നത്. ഇപ്പം ആലോചിക്കണം, 480 ഉണ്ടായി ഞാനും എൻ്റെ സുബേഷും കൂടെ ഒരു മാംഗോ ചില്ലി എടുത്ത് അടിച്ച് തരുന്നത്. സുബേഷ് പോയടാ, ഇന്നത്തെ അടിക്ക് പോയി. സൂര്യ ഫാൻസ് പയ്യന്മാർ ഇവിടെ ഇരുന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഈ കഷ്ടപ്പാടിന് ഒരു പ്രയോജനം ഇല്ലാതായി ഇപ്പോൾ. നല്ല രീതിയിൽ ചുമ്മാ ഉപ്പായിട്ട് കൊള്ളാം. ഒരു ഗുണമില്ല. പോരാ കേട്ടാ, ഫസ്റ്റ് ഹാഫ് പോരാ, ഇതിന്റെ ബാക്കി നമുക്ക് നോക്കാം. കൊള്ളത്തില്ല ബ്രോ, ഒട്ടും ഷാർക്കായില്ല, ഒട്ടും പാർക്കായി. കണ്ടുകൊണ്ടിരിക്കാൻ ചേട്ടാ, കുഴപ്പമില്ല. കണ്ടുപോയി. സൂര്യ കൊള്ളാം, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ കഥാപാത്രം കങ്കുവേം കൊള്ളാം, പക്ഷെ ശിവ എനിക്കൊന്നും പറയില്ല ബ്രോ. ചേട്ടാ കണ്ടോ കേട്ടാ, പറയാ ഒന്നുമില്ല ചേട്ടാ, പോരാ സിനിമ, അത്ര തന്നെ. എന്തായാലും പോരെ ഫസ്റ്റ് ഹാഫ് പോരാ. ശിവാണ് സൂര്യാണ് ചതിച്ച് കുഴപ്പമില്ല, നല്ല പടമാണ്. 2 ദിവസം കഴിയുമ്പോൾ മാറും, അത്രയല്ല. പക്ഷെ എൻ്റെ അമ്മോ, എങ്ങനെയല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 480 രൂപ തന്നെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നത്. ഇപ്പം ആലോചിക്കണം, 480 ഉണ്ടായി ഞാനും എൻ്റെ സുബേഷും കൂടെ ഒരു മാംഗോ ചില്ലി എടുത്ത് അടിച്ച് തരുന്നത്. സുബേഷ് പോയടാ, ഇന്നത്തെ അടിക്ക് പോയി. ബാക്കിയൊന്ന് കണ്ടിട്ട് വരട്ടെ. ശിവയാണ് സൂര്യാണ് ചതിച്ച്, പിന്നെ അല്ലാതെ എന്തിനു പറയാം, പോയിട്ട് വരട്ടെ. ഒട്ടും കൊള്ളൂല ചേട്ടാ. ട്രെയിലർ ഭയങ്കര സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞോളൂ ഇതുവരെ ആയിട്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിങ്. അതിനകത്ത് കുറച്ച് ഐ ക്യാച്ചിങ് മൊമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ അതും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയാം, ഞാൻ ഭയങ്കര സൂര്യ ഫാനാണ്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ളേ എനിക്കിഷ്ടമായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ മൂവി. മതിയുടെ അങ്ങനെയൊന്നും പറയണ്ട ചേട്ടാ, സിനിമ കൊള്ളൂല ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല ഡയറക്ഷനാണ്, സൂപ്പറാണ്. എങ്ങുമല്ലേ കൊള്ളാം, ശിവാണ് എങ്ങുമല്ലേ കൊള്ളാം. അപ്പോൾ ആ കൊച്ചു കിടന്ന് ഉറങ്ങാൻ, ഞാൻ നോക്കിയപ്പോൾ കിടന്ന് ഉറങ്ങണം. സഹിമുട്ടിയാണ് അവരെ ഷാരിച്ചേട്ടാ, നമുക്കത് പുറത്തോട്ടൊന്ന് പോകുന്നത്, ശ്വാസം നേരെ വിടാനാണ് പറഞ്ഞു. സൂര്യ ഫാൻസ് വിചാരിക്കാൻ നമ്മളെ കുറ്റം പറയണമല്ല, നല്ലൊരു നമ്മളെ നടിപ്പിൻ നായകനാ. ഇങ്ങനെ തേച്ച് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാര്യം ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസ് ഉണ്ട്, സൂര്യ ഫാൻസ്. ഞാൻ രാത്രി വന്നപ്പോഴത്തേക്ക് 2 ദിവസത്തെ പടം ഇറങ്ങുന്ന 2 ദിവസത്തിന് മുമ്പായിട്ട് നമ്മളെ തിരുവനന്തപുരത്തുള്ള സൂര്യ ഫാൻസ് പയ്യന്മാർ ഇവിടെ ഇരുന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഈ കഷ്ടപ്പാടിന് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോൾ എന്നാണ് ഈ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടാലേ ഇനി ബാക്കി വല്ലതും പറയാൻ പറ്റുള്ളൂ. ശിവയുടെ ബെസ്റ്റ് വർക്ക് നല്ല രീതിയിൽ ചുമ്മാ ഉപ്പായിട്ട് കൊള്ളാം. ഒരു തമിഴ് പടമൊന്നും ഫീൽ ചെയ്യില്ല. ഹൈപ്പല്ല ബ്രോ, നല്ല വർക്ക്, ക്വാളിറ്റി ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുക, നല്ല തിയേറ്റർ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല വർക്ക്, കൊലത്തൂക്ക് അത് പടം കണ്ടിട്ട് പറയാം, നല്ല വർക്ക് കൊള്ളാം ബ്രോ. ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഇംഗ്ലീഷ് പടം കാണുന്നതിൻ്റെ ആദ്യമൊക്കെ എനിക്കൊരു അപ്പോകാലിപ്റ്റോ ഫീലൊക്കെ കിട്ടും. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവയിലുള്ള പുതിയ ഈ 2024 കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നത് കുറച്ച് കൊള്ളാം. മെയിൻ സബ്ജക്റ്റിലോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കാണുമ്പോഴേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇതുവരെ കുഴപ്പമില്ല, ആവറേജ് ഫീലാണ്. നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള നോക്കാം. ഇതുവരെ കുഴപ്പമില്ല. സ്റ്റോറി ലൈനും കാര്യങ്ങളോട്ടൊക്കെ എത്തി വരുന്നേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതുവരെ വലിയ കുഴപ്പമില്ല, ഓവറോൾ കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഇത് എന്താണെന്നുള്ളത് വിലയിരുത്താൻ പറ്റൂ. ഇപ്പോൾ ഇതുവരെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ എന്താണ് സബ്ജക്റ്റ് എന്ന് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം.